ഹലോ കൂട്ടുകാരെ, കില്ലാടിക്കുട്ടത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഡീറ്റെയിൽസിനെ കുറിച്ച് ചെയ്തിരുന്നു. രണ്ടാമത്തെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പൊ അതില് ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇതാർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കമന്റ് ചെയ്തോളാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് എന്താ കേബിളും DTHഉം തമ്മിലുള്ള ഒരു താരതമ്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത്. എന്റെ അഭിപ്രായം ആവണമെന്നില്ല മറ്റുള്ളവരുടെ അഭിപ്രായം. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ അവിടെ ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുക. അപ്പോ എന്റെ അഭിപ്രായത്തിലും അത് തന്നെയായിരിക്കും നല്ലത്. കാര്യം നമ്മളവിടെ സ്ഥിര താമസക്കാരനാകുമ്പോൾ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ആയിരിക്കും ആ കേബിൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി നിങ്ങൾ വിളിക്കുമ്പോൾ പെട്ടെന്ന് വന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും നിങ്ങൾക്ക് പെട്ടെന്ന് അവരെ വിളിക്കാനൊക്കെ സാധിക്കും. അതേസമയം ഒരു DTH കണക്ഷൻ ആകുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും കടകള് DTHുമായി ബന്ധപ്പെട്ടുള്ള കടകളിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് ഒരു ടെക്നീഷ്യൻ വന്നിട്ട് വേണം അത് ശരിയാക്കി തരാനൊക്കെ. അത് മാത്രമല്ല, കേബിളിനാകുമ്പോൾ ഒരു സർവീസ് ചാർജ് എന്തെങ്കിലും ചെറിയ സർവീസ് കൊടുക്കുന്ന ഒരു ചാർജ് ഈടാക്കുന്നതല്ല. പക്ഷെ DTHനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സർവീസ് ചാർജ് വരുന്നതായിരിക്കും ടെക്നീഷ്യൻ വരുന്നതിനനുസരിച്ചിട്ട്. അതൊരു 3 മാസത്തെ 6 മാസത്തെ ഇടവേളയിൽ വരുമ്പോൾ അതിന് ചാർജ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കേബിളാകുമ്പോൾ നമുക്കുള്ളൊരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ലോക്കലായിട്ടുള്ള പ്രാദേശിക ലോക്കൽ ചാനലുകളൊക്കെ അതിൽ കിട്ടും. പക്ഷെ DTHലാകുമ്പോൾ അങ്ങനെ ലോക്കൽ ചാനലുകൾ കിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് വലിയ മഴയത്ത് കട്ടാവുന്ന ഒരു പ്രശ്നം DTHനുള്ളതാണ്. അത് കേബിളിന് ഉണ്ടായിരിക്കില്ല. പിന്നെ നമുക്കൊരു 2-3 മാസത്തെ ഗ്യാപ്പൊക്കെ ചിലപ്പോൾ കേബിളുകാര് തരും. 3 മാസമൊക്കെ കട്ടാവേണ്ടത് മുന്നോട്ട് പോകും. DTH അങ്ങനെയല്ല. ആ സമയം, ആ നേരം, ആ ടൈം, ആ മിനിറ്റിനുള്ള അത് കട്ടാവും. പിന്നെ നമ്മൾ അടുത്ത് റീചാർജ് ചെയ്തല്ലേ തോന്നാവുള്ളൂ. പക്ഷെ കേബിളായിരിക്കും നമുക്ക് 2-3 മാസത്തെ ഒരു വ്യത്യാസം വന്നാലും അവര് ചിലപ്പോൾ കട്ടാക്കില്ല. അത് പിന്നെ വരുന്ന ഒരു കേബിളിന്റെ സെറ്റ് ബോക്സുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സെറ്റ് ബോക്സ് മാറാനായിട്ട് ഒരു 1200-1800 വരെ കേബിളിന് നമുക്ക് അവർ ചാർജ് ഇടാറുണ്ട്. അതേസമയം DTHനാണെങ്കിൽ അതൊരു 400 രൂപ തൊട്ടിട്ട് ചിലപ്പോൾ നല്ല ഓഫറുകളിലൊക്കെ കിട്ടും. ഒരു കൊല്ലം റീചാർജ് ചെയ്യുന്ന എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റ് ബോക്സ് ഫ്രീ, അങ്ങനെയൊക്കെ ഇപ്പോൾ DTH കമ്പനികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ DTH ആണ് ബോക്സുകൾ മാറുന്നതിലൊക്കെ ലാഭകരമായിട്ട് വരുന്നത്. കാര്യം ഒരു കൊല്ലത്തെ റീചാർജ് അടക്കം കിട്ടും നമുക്ക്, അല്ലെങ്കിൽ 6 മാസത്തെ റീചാർജ് അടക്കമായിരിക്കും ഈ 1600-1700 വരെ. പക്ഷെ കേബിളിന് നമുക്ക് ഫ്രീ ഒന്നും ഉണ്ടായിരിക്കില്ല. സെറ്റ് ബോക്സിന് മാത്രം ഈ ചാർജ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ DTH ആണ് നന്നാവുക. അതേപോലെ തന്നെ ഈ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാർ, റെന്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി നന്നാവുക DTH ആയിരിക്കും. കാരണം ഇത് നിങ്ങൾ മാറി മാറി പോകുമ്പോൾ ചിലപ്പോൾ കേബിൾ ആകുമ്പോൾ നിങ്ങൾ പോണ സ്ഥലത്ത് അതേ കേബിൾ ഉണ്ടാവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അത് അവിടേക്ക് മാറിപ്പോയാൽ അത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഡിഷാണെങ്കിൽ നമുക്ക് ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ മാറ്റിപ്പോയാലും നമുക്കത് കൊണ്ട് മാറ്റി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു 300 രൂപ തൊട്ട് 600 രൂപയാണ് അതിന് ചെലവ് വരാം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സൺ ഡയറക്റ്റിന്റെ ഒരു DTH കണക്ഷനാണ്. അപ്പൊ ഞാനത് എന്താണ് പ്രിഫർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 62 രൂപ തൊട്ടിട്ടായി ചാനലിന്റെ പാക്കേജ് തുടങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ അത്യാവശ്യം വീട്ടില് പിള്ളേർക്ക് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ 3 മാസമൊക്കെ കട്ട് ചെയ്ത് വെച്ചാലും വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷെ കേബിളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 മാസമൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് റീകണക്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ ടൈം കൊടുത്തു എന്നൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കയ്യിൽ പൈസ വരണമായിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് കേബിളും DTHും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. ഇനി നിങ്ങൾക്ക് DTH കമ്പനികളിൽ തന്നെ പല കമ്പനികളുണ്ട്. അപ്പൊ അതിലുള്ള വ്യത്യാസവും അത് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ അവർ തരുന്ന ചാനലും പാക്കേജും റേറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് കടകളിൽ ഏതെങ്കിലും DTH ചെയ്യുന്ന കടകളുണ്ടാവും. അവിടെ ചെന്നിട്ട് എല്ലാത്തിൻ്റെയും ബ്രോഷർ നോക്കുക. എന്നിട്ട് അതിൽ കൊടുത്തിട്ടുള്ള താരിഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായ DTH അത് ഉപയോഗിക്കുക. ഒരു DTHും അത്ര പൊട്ടിയല്ല എന്നാൽ ഒരു DTH ഏറ്റവും നല്ലതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാ DTHും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ചാനൽ ലിസ്റ്റും കാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മളാണ് ഏറ്റവും നല്ല DTH ഏതാണ്, ഏത് DTH നമ്മൾ എടുക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോയില് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ എൻ്റെ വീഡിയോ ഞാൻ പിന്നെയും പറയുന്നത് കുറെ പരായ്മകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങള് ഇപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറച്ച് ചെറിയ പോരായ്മകൾ ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോ ഉള്ളത് മാക്സിമം ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.